കുറച്ച് നാൾ മുമ്പ് വന്നിട്ടുണ്ടായിരുന്ന ഷാൾ മാക്സികളാണ്. ചെറിയ പ്രിൻറ്റുകളുള്ള ഒരേപോലെ പ്രിൻറ്റുകളുള്ള ഷാളും നൈറ്റിയും കൂടിയുള്ള അജ്രക്കിൻ്റെ പീസുകളാണ്. 290 ഷാൾ മാക്സികളാണ്. വേണമെന്നുള്ളൊരു വേഗം മെസ്സേജ് അയക്കുക. കോഫി ബ്രൗണ്, നേവി ബ്ലൂ, മെറൂണ് ഈ 3 കളറിലാണുള്ളത്. റെഡ് ഇല്ല. അപ്പോൾ ഇതിൽ 4 മോഡലിലായിട്ടാണുള്ളത്. ഉള്ള മോഡൽ എങ്ങനെയാണെന്നുള്ളത് ഇവിടെ നിവർത്തി കാണിക്കുന്നുണ്ട്. 2.5 മീറ്ററാണ് ഇതിൻ്റെ ഷോളിൻ്റെ നീളം വരിക. നമുക്കിത് ടോപ്പും ഷോളും ആക്കിയിട്ട് ഇതിലേക്ക് പ്ലെയിന് പാൻറ്റിൻ്റെ ക്ലോത്ത് എടുത്തിട്ട് അതല്ലെങ്കിൽ കയ്യിലുള്ള പ്ലെയിൻ പാൻറ്റിലേക്ക് ഇടുക. അതല്ലാന്നുണ്ടെങ്കിൽ ഷോള് നൈറ്റി ആയിട്ട് അടിക്കുക, അതല്ലെങ്കിൽ 2 പീസ് ആക്കിയിട്ട് അടിക്കുക. അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള ഏത് രീതിയിലും മാറ്റി മറിക്കാൻ പറ്റും. പുറത്തേക്ക് യൂസ് ചെയ്യാൻ പറ്റും. ടോപ്പും ഷോളും ആയിട്ട് വീട്ടിൽ ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. നമുക്കിത് 600, 580 ആ റേഞ്ചിൽ സെയിൽ ചെയ്യാൻ പറ്റുന്ന ഐറ്റംസാണ്. 3 പീസ് ആക്കിയിട്ട് ഒരു പാൻറ്റിൻ്റെ പ്ലെയിൻ പാൻറ്റിൻ്റെ ഇതെടുത്തിട്ട് അടിച്ചിട്ട് നമുക്ക് 700, 800 അങ്ങനെയും വേണമെങ്കിൽ കൊടുക്കുക. ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്കൊരു ബിസിനസ് മൈൻഡിൽ മാറ്റിമറിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. ഒരുവിധം ഏജൊക്കെ ഉള്ള ആളുകൾ, ഒരു 40, 45 ഏജുള്ള ആളുകൾക്ക് വീട്ടിൽ പോലെ എന്തെങ്കിലും പ്രോഗ്രാമിനൊക്കെ വീട്ടിലെന്തെങ്കിലും ഉള്ള പരിപാടികൾക്കൊക്കെ എന്ത് ചെയ്യുക, ഷാൾ നൈറ്റി ഇടുമ്പോൾ ഒരു ഗുമ്മാണ്. അങ്ങനെയാണ് ഇത് ഇതാക്കി പോവുക. അതുപോലെ ചെറിയ കോളേജിലുള്ള പിള്ളേരൊക്കെ ക്ലാസ്സിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഐഫോം ഉള്ളവർ, യൂണിഫോം അല്ലാത്തവർ അങ്ങനെ യൂസ് ചെയ്യാൻ വാങ്ങാറുണ്ട്. ഇത് പ്രിൻ്റ് പോകുന്ന ടൈപ്പല്ല. പ്രിൻ്റഡ് ടൈപ്പിന് നമുക്ക് റേറ്റ് കുറവായിട്ട് കിട്ടും. പ്രിൻ്റഡ് ടൈപ്പല്ല, ഈ പ്രിൻ്റ് ഇതിലുള്ള ടൈപ്പ് തന്നെയാണ്. എങ്ങനെയുണ്ട് എല്ലാവരുടെയും ബിസിനസ്സൊക്കെ? അതുപോലെ ഓൺലൈനായിട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഓൺലൈനായിട്ട് അയച്ചു കൊടുക്കാറുണ്ടായിരുന്നു. അതിനിപ്പോൾ ഏകദേശം 10-20 ആളുകൾ നമുക്ക് മാറി മാറി ഏകദേശം ഓക്കെ ആയവരുണ്ട്. കാരണം നമുക്കൊരു ടൈമിൽ, ഒരു പർട്ടിക്കുലർ ടൈമിൽ പറഞ്ഞിട്ട് ആ ടൈമിൽ പെട്ടെന്ന് സ്റ്റിച്ച് ചെയ്ത് തരുന്നവരാവണം. അതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് നീറ്റായിട്ട് കിട്ടുന്നവരാവണം. നമുക്ക് ഡയറക്റ്റ് നാട്ടിൽ തന്നെ ഇതിന് 4-5 പേരുള്ളതാണ്. അവരുടേത് കഴിഞ്ഞിട്ടാണ് നമ്മളിങ്ങനെ ഓൺലൈനിൽ കൊടുക്കാറുള്ളത്. ഓൺലൈനിൽ കൊടുക്കുമ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ചാൽ കുറേ പെട്ടെന്ന് സീസൺ ടൈമിലൊക്കെ നമുക്ക് ഓൺലൈനിൽ കൊടുക്കാൻ പറ്റുള്ളൂ. 2-3 ഷോപ്പിൽ ഓൾറെഡി ഉള്ളതാണ്. അപ്പോൾ നാട്ടിലുള്ളവരാകുമ്പോൾ നമുക്ക് അവർ കൊണ്ടുവന്ന് നമ്മളാണ് കൊണ്ടു കൊടുക്കും, അങ്ങനെ പെട്ടെന്ന് കഴിയും. പക്ഷേ ഇതാകുമ്പോൾ നമുക്ക് പോസ്റ്റ് ഓഫീസിലേക്ക് പോകേണ്ട മെനക്കെടൊന്ന്, പാക്ക് ചെയ്യേണ്ട മെനക്കെടൊന്ന്, പിന്നെ അങ്ങോട്ട് അയക്കാനുള്ള ചാർജ്, ഇങ്ങോട്ട് അയക്കാനുള്ള ചാർജ്, പിന്നെ അവർ സ്റ്റിച്ച് ചെയ്യുന്നവർക്കുള്ള ചാർജ്, അങ്ങനെയൊക്കെ ആകുമ്പോൾ കൂടുതൽ മെനക്കെടാണ്. അതുകൊണ്ട് ആരും ഇനി ഞങ്ങൾ സ്റ്റിച്ച് ചെയ്തിട്ട് അങ്ങോട്ട് അയച്ചരട്ടെ എന്ന് ചോദിക്കണ്ട. അതിനുള്ള ആളുകൾ ഫില്ലായിട്ടുണ്ട്. നമ്മളെപ്പോഴും നോക്കുമ്പോൾ ഏറ്റവും നല്ലത് എന്താണ്, നമുക്ക് ഹോൾസെയിലായിട്ട് നമുക്ക് പറ്റുന്ന സ്ഥലത്തു നിന്ന്, കുറഞ്ഞ് കിട്ടുന്ന സ്ഥലത്തു നിന്ന് എടുത്തിട്ട് നമ്മളെ നാട്ടിൽ തന്നെ ഡയറക്റ്റ് കസ്റ്റമേഴ്സിന് ഉണ്ടാക്കുന്നതാണ്. അങ്ങനെ ആകുമ്പോഴാണ് നമുക്ക് ലാഭം. ഇനി ഒന്നും വാങ്ങാനില്ല എന്നുള്ളവർക്ക് ഏതെങ്കിലും നമ്മളെ തൊട്ടടുത്തുള്ള ഷോപ്പിൽ പോയിട്ട് ഞാനിങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട് കൊണ്ടുവന്നേരും പറഞ്ഞാൽ പോരാ. സ്റ്റിച്ച് ചെയ്താൽ വൃത്തിയാവും, സ്റ്റിച്ച് ചെയ്താൽ നന്നാവും എന്നുള്ളത് നമ്മൾ തെളിയിച്ച് കൊടുക്കണം. അപ്പോൾ അതിനുള്ളൊരു തെളിവ് നമ്മളെ കയ്യിൽ, നമ്മളെ ബാഗിൽ വേണം. ഇതുപോലെ ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ട് നല്ല വൃത്തിയാക്കിയിട്ട് കൊണ്ടുവന്നേരാം. നിങ്ങളത് വാങ്ങിയാൽ മതി. ആ രീതിയിൽ ചെയ്ത് കൊടുക്കുക. പൈസ ഇപ്പോൾ ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സ്റ്റിച്ച് ചെയ്തിട്ട് 10 ഒരു ഷോപ്പിൽ കൊണ്ടുവച്ച് ഇതുവരെ അതിൻ്റെ പൈസ മുഴുവനായിട്ട് കിട്ടിയില്ല, സെയിലായിട്ടില്ല എന്ന് പറയും. അപ്പോൾ അതിനേക്കാളും നല്ലത് നമ്മളെ ലാഭവും നമ്മളെ റേഞ്ചും വെച്ചിട്ട് നമുക്ക് നഷ്ടം, അതിന് ആ ഒരു മെറ്റീരിയലിന് നമുക്ക് എത്ര റേറ്റ് ആയിട്ടുണ്ട്, ഷിപ്പിംഗ് ചാർജ്, ഹോൾസെയിൽ റേറ്റ് എല്ലാം കൂടി ആയിട്ടുള്ള ആവുന്ന ഒരു ചാർജും, പിന്നെ നമുക്ക് വേണ്ട ലാഭവും നമ്മുടെ സ്റ്റിച്ചിങ് ചാർജും എടുത്തിട്ട് ഏകദേശം ഒരു റേഞ്ചിൽ ഷോപ്പിലേക്ക് കൊടുക്കുമ്പോൾ കൂടുതൽ ലാഭം ഉണ്ടാവില്ല. എന്നാലും എവിടെയും സ്റ്റിച്ച് ചെയ്തിട്ട് കൊണ്ടെടുക്കാൻ ഇതിനൊന്നും സൗകര്യം ഇല്ലാത്തവർക്ക് ഷോപ്പിംഗ് നല്ലൊരു ഓപ്ഷൻ കൂടിയാണ്. കാരണം അവർക്ക് ആഴ്ചയിൽ ഞങ്ങളൊരു 10 പീസ് കൊണ്ടുവന്നേട്ടെ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ നല്ല രീതിയിൽ സ്റ്റിച്ച് ചെയ്തിട്ട് കൊടുക്കുന്നതാണെങ്കിൽ ഒരുവിധം ഷോപ്പുകളൊക്കെ അത് ആക്സെപ്റ്റ് ചെയ്യും. ഓർക്കും കൂടി ലാഭം കിട്ടുന്ന രീതിയിലാണ് ഓല് ഒരു എമൗണ്ട് പറയാമെന്ന് മാത്രം. എന്നാലും പറഞ്ഞ് പിടിച്ച് തൂങ്ങി ഓക്കെ ആക്കുന്നിട്ട് എല്ലാ ആഴ്ചയിലും ഒരു 10 നൈറ്റി അടിച്ച് കൊണ്ടേ കൊടുക്കുക. ആ സമയത്ത് തന്നെ പേയ്മെൻറ്റും വാങ്ങണം. അതല്ലാതെ അത് സ്റ്റിച്ച് ചെയ്ത് ലാഭം കിട്ടിയിട്ട് സെയിലായി പോയിട്ട് പൈസ എന്നുള്ള രീതിയിലാകുമ്പോൾ നമ്മളെ കയ്യിൽ പൈസ കാണില്ല. നമ്മളെ കയ്യിൽ പൈസ കാണാതാകുമ്പോൾ നമ്മളെ കോൺഫിഡൻറ്റ് പോവും. നമ്മൾ പറയും ബിസിനസ്സിൽ ലാഭമാണ് ഇമ്പോർട്ടൻ്റ്, ബിസിനസ്സിൽ എന്താണ് ചിലവാകുന്നതാണ് ഇമ്പോർട്ടൻ്റ് എന്നൊക്കെ നമ്മൾ പറയും. പക്ഷേ അതൊന്നുമല്ല. ഏറ്റവും ഇമ്പോർട്ടൻ്റ് നമുക്ക് കയ്യിൽ കിട്ടുന്ന കോൺഫിഡൻസാണ്. ആ കോൺഫിഡൻസ് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ചെറുതായിട്ടൊരു ലാഭം ആദ്യം നമ്മളെ കയ്യിൽ കാണണം.
അപ്പോൾ ഇതൊന്നും നമ്മളെ കയ്യിൽ കാണുന്നില്ല. നമ്മളെ വീട്ടു ജോലിയും നമ്മളെ കുട്ടികളുടെ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ട് എല്ലാവരുടെയും മുഖം നന്നാക്കിയിട്ട് വേണം നമ്മൾ സ്ത്രീകൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു പരിപാടി ചെയ്യണമെന്നുണ്ടെങ്കിൽ. അതിനൊക്കെ കഷ്ടപ്പെട്ട് ചെയ്തിട്ട് വെറുതെ ഇരിക്കണ ടൈം ഇങ്ങനെ ബുദ്ധിമുട്ടി ശ്വാസം മുട്ടി ചെയ്തിട്ട് ഒന്നും കാണാനില്ല എന്ന് കാണുമ്പം നമ്മൾ മെൻ്റലി ഡൗൺ ആയി പോകും. നമ്മളെ കോൺഫിഡൻസ് നഷ്ടപ്പെട്ടാൽ എന്താണ്, നമുക്ക് പെട്ടെന്ന് പണിയെടുക്കാൻ പറ്റില്ല, ഉള്ള വർക്ക് വൃത്തിയിൽ ചെയ്യാൻ പറ്റില്ല. ഇനി ഒന്നുമില്ലാത്തവർക്കും ടെൻഷനൊന്നും മാറാനുള്ള വലിയൊരു വഴിയാണ് ഈ ടൈലറിങ്. അത് അനുഭവിച്ചവർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ. നമ്മൾ പറഞ്ഞാൽ എല്ലാവരും ഞാൻ പറയുമ്പോൾ എന്നെ കളിയാക്കണവരുണ്ട്. പക്ഷെ അത് അറിഞ്ഞ ആളുകൾ, അനുഭവത്തിൽ വന്ന ആളുകൾക്ക് എന്താണ്, അത് ഒരു നല്ലൊരു മെൻ്റൽ റിലീഫാണ്. എൻ്റെ കാര്യത്തിൽ അങ്ങനെയാണ്. നിങ്ങളെ കാര്യത്തിൽ എങ്ങനെയാണ് നിങ്ങൾ പറയാം. ഒരാൾ ഇന്നലെ വിളിച്ചിട്ട് 100 രൂപക്ക് കിട്ടുന്ന നൈറ്റി പീസ് ഉണ്ടോ, 100 രൂപക്ക് കിട്ടുമെന്നാണ് ചോദിക്കുന്നുണ്ട്. 100 90 കിട്ടും നൈറ്റി പീസ്. പക്ഷേ അതൊക്കെ എന്താവും, ഒന്നുകിൽ പോളിസ്റ്റർ മിക്സ് ആവും, അതല്ലെങ്കിൽ തീരെ ക്വാളിറ്റി കുറഞ്ഞതാവും. അപ്പോൾ നിങ്ങൾ ബിസിനസ്സിനാണ് ശ്രമിക്കേണ്ടതെന്നുണ്ടെങ്കിൽ വിലക്കുറവ് മാത്രം ചിന്തിച്ച് നടക്കരുത്. വില കുറഞ്ഞിട്ട് നമ്മൾ എടുക്കുമ്പോൾ എന്താണ്, അതിന് ആ പറയുന്ന ക്വാളിറ്റി അതിനുണ്ടാവുള്ളൂ. അപ്പോൾ നമ്മളൊരു ബിസിനസ്സുകാരിയായിട്ട് ചിന്തിക്കണ്ട, അതിൻ്റെ അപ്പുറത്ത് എന്ത് ചെയ്യുക, നമ്മളൊരു കസ്റ്റമറായിട്ട് ചിന്തിക്കുക. അപ്പോൾ നമ്മളൊരാളെ കയ്യിൽ നിന്ന് ആദ്യം വാങ്ങുമ്പോൾ ആ സാധനം പെട്ടെന്ന് കളറും ഇതൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ അവിടെ അടുത്ത് വാങ്ങാൻ പോവോ? 320 ഷാൾ നൈറ്റി ഇല്ല, 290 ഷാൾ നൈറ്റികൾ മാത്രമേ ഉള്ളൂ. ഇത് 280 പീസുകൾ ഉണ്ടായിരുന്നു. അതിൽ 180 പീസുകളും നമുക്ക് ഓർഡറുള്ള പീസുകളാണ്. അതിൽ നിന്ന് ഇനി 100 പീസുകളാണ് ഉണ്ടായിരുന്നത്. ഇന്നലെ തന്നെ ഏകദേശം 50 പീസിന് ഏകദേശം ഓർഡർ ആയിട്ടുണ്ട്. കാരണം നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ട്, നിങ്ങൾ കാത്തു നിൽക്കണ്ട. നിങ്ങൾക്ക് മെറ്റീരിയൽ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ 92 078 15 205 ഈ നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക. അപ്പോൾ നമ്മളെ കയ്യിൽ സ്റ്റോക്കുള്ള എല്ലാ മെറ്റീരിയൽസും നിങ്ങൾക്ക് ഫോട്ടോസായിട്ട് അയച്ചു തരും. എന്നിട്ട് നിങ്ങൾക്ക് അതിൽ നിന്ന് ഇഷ്ടമുള്ളത് നിങ്ങൾ സെലക്ട് ചെയ്തെടുത്താൽ മതി. ഓൺലൈനായിട്ട് പോസ്റ്റ് വഴിയോ കൊറിയർ വഴിയോ നിങ്ങൾക്ക് ഏതാണ് താല്പര്യം എന്ന് വെച്ചാൽ ആ ഒരു രീതിയിൽ അത് നിങ്ങൾക്ക് ചെയ്തു തരും. വാട്സപ്പിൽ ഫോട്ടോസ് അയച്ചു തരും. അതിൽ നിന്ന് നിങ്ങൾ ഇഷ്ടമുള്ള ടിക്കറ്റ് സെലക്ട് ചെയ്യുക. അതിൻ്റെ ശേഷം പേയ്മെൻറ്റ് ഗൂഗിൾ പേ ചെയ്യുക. ആ രീതിയിലാണ് ഞാൻ എൻ്റെ ബിസിനസ്. അതുപോലെ നാട്ടിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ടുള്ള കസ്റ്റമേഴ്സ് വേറെ ഉണ്ട്. അപ്പോൾ ഈ പാക്കാക്കി വെച്ചിരിക്കുന്നതൊക്കെ നമുക്ക് ഓർഡർ ഉള്ളതാണ്, ഷോപ്പുകളിലേക്ക് കൊടുക്കാനുള്ളതാണ്. ഈ കവറിലുള്ള പീസുകളൊക്കെ നമുക്ക് കൊടുക്കാനുള്ളതാണ്. ഇത് പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ കൂട്ടത്തിൽ ഞാൻ എടുത്തതാണ്. അപ്പോൾ 50-60 പീസുകൾ മാത്രമാണ് ഷാൾ മാക്സികളുള്ളത്. ഹോൾസെയിലായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ മിനിമം 10 പീസ് എടുക്കണം. അത് പല കളറുകളായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുക. സെറ്റായിട്ട് എടുക്കണം എന്നൊന്നുമില്ല. വേഗം ഇതിൽ കാണുന്ന ഈ നമ്പറിലേക്ക് മെസ്സേജ് അയച്ചിടുക. പെട്ടെന്ന് കഴിഞ്ഞതിന് ശേഷം പിന്നെ വന്നിട്ട് വേണമെന്ന് പറയണ്ട. അപ്പോൾ ഇതൊക്കെ ഓരോരോ ഷോപ്പുകളിലേക്ക് ഓരോരുത്തർ വേണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് വേറെ കെട്ടാക്കിയിട്ട് വെച്ചതാണ്. ഇപ്പോൾ ഈ പീസുകളാണ് ഇനി ബാക്കിയുള്ളത്. കോഫി ബ്രൗണ്, നേവി ബ്ലൂ, മെറൂണ്, ഈ 3 കളേഴ്സുകൾ മാത്രമേ ഉള്ളൂ. നമ്മൾ ബിസിനസ് തുടങ്ങി 4-ാം ദിവസം 5-ാം ദിവസം തന്നെ ഒരുപാട് പൈസ കയ്യിൽ വരണമെന്ന് തീരുമാനിച്ചാൽ ഒന്നും നടക്കില്ല. ക്ഷമ ആട്ടിൻ സൂപ്പിൻ്റെ മാത്രമല്ല, നല്ലൊരു ബിസിനസ്സുകാരി ആവാനും കൂടെ നിങ്ങളെ സഹായിക്കും എന്നുള്ളത് എൻ്റെ അനുഭവം കൊണ്ട് ഞാൻ പഠിച്ചതാണ്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകണ്ട.